Hello everyone, welcome to EduPod Plus One Commerce and Humanities channel. It's me, Nafi. എല്ലാവർക്കും മക്കളെ സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം +1 ഒഫീഷ്യലായിട്ട് ഓണം എക്സാം ഡേറ്റിൻ്റെ കാര്യം ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്ന്, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഈ ഓണം എക്സാം ഉണ്ടെങ്കിൽ അത് എത്ര ചാപ്റ്റേഴ്സ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾ +1 ഹിസ്റ്ററിയുടെ കാര്യം മാത്രം കമൻറ്റ് ചെയ്താൽ മതി. +1 ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സാണ് നിങ്ങളോട് ഓണം എക്സാം ഉണ്ടെങ്കിൽ അതിന് പഠിക്കാനുള്ളതെന്ന് കൂടി പറഞ്ഞിട്ടുള്ളത്. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നാദ്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മൂന്നാമതായിട്ടൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ഓണം എക്സാം ഇല്ലാത്തവരാണെങ്കിൽ എന്നാണ് എക്സാം നടത്താമെന്നും എത്ര മാർക്കാണ് നടത്താമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് ഓണം എക്സാം ഉണ്ടെങ്കിൽ മിക്കവാറും 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും ചോദിക്കുക. ഈ 4 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. +1 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ചാനലാണ് ഈ ഒരു ചാനൽ. ഇത് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും വീഡിയോസും ലൈവുകളും ഒക്കെ നമ്മൾ തരുന്നത് ഈ ഒരു ചാനലിലൂടെയാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. ഹിസ്റ്ററിയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യം 4 ചാപ്റ്റേഴ്സാണ്. മിക്കവാറും സ്കൂളുകളിലൊക്കെ 4 ചാപ്റ്ററാണ് ഓണം എക്സാം നടക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫാണ്. അതിൽ നിങ്ങൾ മെസപ്പൊട്ടോമിയുടെ ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അർബനൈസേഷൻ, നഗരവൽക്കരണത്തിന് പ്രാധാന്യം പഠിച്ചിരിക്കണം. മെസപ്പൊട്ടോമിയൻ സിറ്റീസ്, നഗരങ്ങളുടെ പേര് പഠിച്ചിരിക്കണം. ടെമ്പിൾസ് അഥവാ ക്ഷേത്രങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കണം. ക്യൂനിഫോം, ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ, മെസപ്പൊട്ടോമിയുടെ എഴുത്ത് വിദ്യയായിട്ടുള്ള ക്യൂനിഫോമിനെ കുറിച്ച് പഠിച്ചിരിക്കണം. മാരിയെക്കുറിച്ച് പഠിച്ചിരിക്കണം. കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയ, മെസപ്പൊട്ടോമിയുടെ സംഭാവനകളും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് അഥവാ റോമൻ എംപയർ ആണ്. ഇത് വലിയൊരു ചാപ്റ്ററാണ്. ഇതിന്നാണ് 8 മാർക്കിൻ്റെ എസ്സേക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പ്രിൻസിപ്പേറ്റ് എന്താണെന്ന് പഠിക്കണം. ലൈറ്റ് ആൻറ്റിക്വിറ്റി, അന്തിമ പുരാതന കാലത്തെക്കുറിച്ച് പഠിക്കണം. സോഷ്യൽ ഹൈറാർക്കീസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടാസിറ്റസ് പറഞ്ഞിട്ടുള്ള സാമൂഹിക ശ്രേണികളെ കുറിച്ച് പഠിച്ചിരിക്കണം. പിന്നെ റോമിലെ ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചറിലെ റോമിലെ ഭാഷയും സാക്ഷരതയും പഠിക്കണം. പിന്നെ റോമിലെ ഫാമിലി, റോമിലെ കുടുംബത്തെക്കുറിച്ച് പഠിക്കണം. റോമിലെ സ്ലേവറി, റോമിലെ അടിമത്തത്തെക്കുറിച്ച് പഠിക്കണം. പിന്നെ റോമിലെ എക്കണോമിക് എക്സ്പാൻഷൻ ആൻഡ് മോണിറ്ററി സിസ്റ്റം, റോമിലെ സാമ്പത്തിക വികസനത്തെക്കുറിച്ചിട്ടും റോമിലെ പിന്നെ അതേപോലെ തന്നെ എന്തിനെക്കുറിച്ചും പഠിച്ചിരിക്കണം. അവിടുത്തെ സോഷ്യൽ സിസ്റ്റം, അതായത് വർക്കേഴ്സ് ലൈഫ്, തൊഴിലാളികളുടെ അവസ്ഥയും പഠിക്കണം. പിന്നെ റോമിലെ അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, റോമിലെ കൃഷിയും സാങ്കേതിക വിദ്യയും. പിന്നെ 3rd സെഞ്ചുറി ക്രൈസിസ് അഥവാ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി നിങ്ങൾ പഠിക്കണം. പിന്നെ റിഫോംസ് ഓഫ് കോൺസ്റ്റന്റൈൻ ആൻഡ് ഡയോക്ലീഷ്യനും കോൺസ്റ്റന്റൈനും ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2nd ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം. 3rd ചാപ്റ്ററാണ് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. ചിലപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള പേരിൽ 1st ചാപ്റ്റർ ആയിട്ടായിരിക്കും സ്കൂൾ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഗവൺമെൻറ് ഒരു ഓർഡർ ഇറങ്ങിയത് 2 കൊല്ലം മുന്നേ. അതനുസരിച്ച് എന്ത് ചെയ്യാണ്, ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈമിലെ കുറച്ച് പോർഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്നുള്ള പുതിയ ചാപ്റ്ററാക്കി മാറ്റുകയും അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഫസ്റ്റ് നമുക്ക് പഠിക്കാൻ എന്തിനെ കുറിച്ചിട്ടാ, ഓസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ. ഓസ്ട്രലോപിത്തേക്കസിനെ കുറിച്ചിട്ടും ഹോമോയെ കുറിച്ചിട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കാനുണ്ട്. ഹോമിനിഡുകളും ഹോമിനോയിഡുകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഏർലി ഹ്യൂമൻസിൻ്റെ ഫുഡ് കളക്ഷൻ ടൂള്, അതേപോലെ തന്നെ അവരുടെ ബാക്കി കാര്യങ്ങൾ, ഏർലി ഹ്യൂമൻസ് ആദ്യകാല മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ 2 മാതൃകകളുണ്ട്, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് മോഡൽ, പ്രാദേശിക തുടർച്ചാ മാതൃകയും പകരം വെക്കൽ മാതൃകയും. ഈ 4-ാമത്തെ ചാപ്റ്റർ കൾച്ചർ ഫോർമേഷൻ ഇൻ മിഡിൽ ഏജസ് ആണ്. ഇതും ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ് എന്നുള്ള പേരിലായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. ഇത് ആ ചാപ്റ്റർ അല്ല, ഇത് കൾച്ചർ ഫോർമേഷൻ ഇൻ ദി മിഡിൽ ഏജസ് എന്ന പുതിയ ചാപ്റ്ററാണ്. അതായത് പണ്ടത്തെ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡും കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സിൻ്റെ 8-ാമത്തെ ചാപ്റ്ററും. ഈ 2 ചാപ്റ്ററും കൂടി കൂട്ടിച്ചേർത്തുള്ള ഒരു പുതിയ ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഹിജ്റ പഠിക്കണം, ഉമയ്യിഡ്സ് പഠിക്കണം, അബ്ദുൽ മലിക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അബ്ബാസി റെവല്യൂഷൻ പഠിക്കണം, ക്രൂസൈഡ്സ് പഠിക്കണം, സൂഫിസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ്, അറബുകളുടെ സംഭാവന. പിന്നെ നമ്മൾ അരാബാക്കിയൻ, ലുക്കായസ്, ആസ്റ്റെക്, മൈൻസ്, ഇൻക, ഇത്രയുമാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. മക്കളെ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഒക്കെ നോട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അത് നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, ഏറ്റവും ബെസ്റ്റ് മാർക്ക്, ഏറ്റവും അടിപൊളി മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഓണം എക്സാം ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പബ്ലിക് എക്സാമിന് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പബ്ലിക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഓണം എക്സാം സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കിട്ടും. നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, സെറ്റാക്കുക, പഠിക്കുക, അടിപൊളിയാക്കുക, ജില്ലാക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അതിന് മുന്നേ ഈ വീഡിയോ മാക്സിമം +1 ഹിസ്റ്ററിയിൽ ആരൊക്കെ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.